കാര്യം എനിക്ക് ജോലി റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്നെ കൺവിൻസ് ചെയ്തത്. അവരിപ്പോൾ പൊളിഞ്ഞ് പാളീസായി ജയിലിലേക്ക് ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞ് ഇടയിൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ആദ്യം തന്നെ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല സത്യം പറഞ്ഞാൽ. ഇവിടെ കറങ്ങാനൊന്നും ഇറങ്ങാൻ പറ്റില്ല, അത്രയും വെയിലാണ്. ഞാനിപ്പോൾ നമ്മളെ താഴത്ത് നമ്മളെ ഗാരേജിൻ്റെ എവിടെയാണ് കേട്ടോ. നമ്മളെ ഗാരേജൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗാരേജ് ഉണ്ട്, ഇവിടെ ഒരു ഗാരേജ് ഉണ്ട്. ഇത് നമ്മളെ റൂമിലുള്ള ജലീൽക്കൻ്റെ ഗാരേജാണ്. ജലീൽക്ക് ഇവിടെ ഭയങ്കര വർക്കിലാണ്, ഹാർഡ് വർക്കിലാണ്. ജലീൽക്ക് അന്ന് ഓവർ ടൈം പണിയാണ്. ഓവർ ടൈം അല്ല, ഇന്നലത്തെ വർക്ക് കൊടുക്കണ്ടേ, ഇന്നലത്തെ വർക്ക് കഴിഞ്ഞിട്ട് കൊടുക്കുക. ആശാന് സൺഡേ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് തീർക്കാനുള്ള പണിയൊക്കെ തീർക്കണ പരിപാടിയിലാണ്. നമ്മളെ റൂം ഇതാ അതിൻ്റെ മുകളിലാണ് കേട്ടോ, ആ കാണുന്നതാണ്. ഇതാണ് നമ്മളെ ജലീൽക്കൻ്റെ വർക്ക്ഷോപ്പ്. നമ്മളെ അദ്നാൻ ഭായി ഒക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യണത്. അദ്നാൻ ഭായി പെയിൻറ്റിങ്ങിലാണ്, ആശാൻ്റെ പെയിൻറ്റിങ് നടക്കുന്നത് ഇതിനുള്ളിലാണ്. അങ്ങനെ കഴിച്ചാ? ഫുഡ് കഴിച്ചാ നിങ്ങൾ? എന്താ കഴിച്ച്? ബിരിയാണിയാ, ചോറാ? മോട്ടച്ചവൽ. മൂപ്പര കസ്റ്റമർ വണ്ടിയിൽ പോവാണ്. അപ്പോൾ ഇതാണ് ഗാരേജ്. എൻ്റെ ബ്രദർ ഇതേപോലെ ഗാരേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഓട്ടോമൊബൈലൊക്കെ പഠിച്ച് ഗാരേജിൽ ചെയ്യുന്ന കുറേ കാലം. ഇപ്പോഴും വണ്ടി സംബന്ധമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. നമ്മളിപ്പോൾ കാര്യമായിട്ട് താഴത്തേക്ക് ഇറങ്ങിയാൽ എന്താ വെച്ചാൽ, രാവിലെ നമ്മൾ 6 മണിക്ക് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ആറാനിട്ടതാണ്. അപ്പോൾ ഉണക്കാനിട്ട ഡ്രസ്സ് നമ്മളെടുത്തിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും, അതെടുത്തിട്ട് നേരെ റൂമിൽ കൊണ്ടുവയ്ക്കണം. അതൊക്കെയാണ് പരിപാടി. അതുപോലെ നമ്മളെ ഓഫീസ് ഇവിടെ നമ്മളടുത്തുള്ളതാണ് വൈസ്മാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജനറേറ്റർ, വെൽഡിങ് മെഷീന്, वेल्डिंग मशीन स्पेशलिस्ट है आप. आपका नाम क्या है? मजहर. मैं मजहर MAZHR. मजहर. हाँ, പാകിസ്ഥാനി. പാകിസ്ഥാൻ. നമ്മളെ മസ്ഹർ എന്നിട്ടുള്ള ചേട്ടനാണ്. ആശാനെ ഞാൻ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല, ഇടയ്ക്ക് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കാണും, ചിരിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ. മലബാരി കൈസേ അച്ഛേ? पूरा जो भी इस दुनिया में है सब अच्छा है. हाँ, आदमी खुद अच्छा है, सब अच्छा है. हाँ सही है. दिल अच्छा है, सब अच्छा है. ഓക്കെ, ठीक है, ബൈ ബൈ. അപ്പോൾ അതാണ് മലയാളികൾ. പിന്നെ എല്ലാവരും കയ്യിലെടുക്കും. മലയാളികൾക്കെല്ലാം അറിയുള്ളൂ മലയാളികളെ എങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തർ സൈഡായി തുടങ്ങി. ജലീൽക്കപ്പോൾ ഫുഡ് കഴിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തോ അർജൻറ്റ് വർക്ക് ആയപ്പോൾ അവിടെ വന്നതാണ്. അപ്പോൾ നമ്മളെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടും പോയിട്ടും നമ്മൾ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നല്ലോ ഇവിടെ, അതൊക്കെ ഇവിടെ പോയി. കുറേ ആളുകൾ ഡ്രസ്സൊക്കെ രണ്ടാമത് അലക്കി ഉണക്കാടാൻ വന്നപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഡ്രസ്സൊക്കെ അയലമെന്ന് എടുത്തിട്ട് നല്ല റൂമിലേക്ക് വിടാം. അത് നമ്മളവിടെ ഒരു സബ്സ്ക്രൈബർ അവിടെ മേലെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെന്തായിരുന്നു? അലി. നാട്ടിലെവിടെ? പൊന്നാനി. നമ്മളടുത്ത് തന്നെയാണ്. നമ്മളെ മലപ്പുറംകാരെ എവിടെ ഉണ്ടോ അവിടെ ഉള്ളിടത്തൊക്കെ മലപ്പുറംകാർ തന്നെ.
അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഫുൾ സെറ്റാക്കി വരാം. ഈ ക്യാമറ പിടിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അയലമെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ റൂമിലേക്ക് പോവാണ്. നമുക്ക് നേരെ വന്ന വഴിയല്ല, വേറൊരു സ്റ്റെയർ കേസ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട അലീക്ക പൊന്നാനിരാ. യെസ്, ഇവിടെ വർക്ക് ചെയ്യണേ. ലൈഫ് മൂവീസ്. ഇവിടെ ഇതില് ലുലുല ലൈഫ് മൂവീസ്. ആ മറ്റേ ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ. എന്താ പരിപാടി? കഴിച്ചാ? നമ്മൾ ഫുഡ് കഴിച്ചിങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളെ ഫോളോവറാണ് അലീക്ക. നല്ല വെയിലാണ് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഇതാണ് അലീക്കാൻ്റെ കമ്പനി ലൈഫ്. അപ്പോൾ നമ്മൾ നേരെ റൂമിൽ പോവാണ്. ഇതിനുള്ളിൽ കയറുമ്പോൾ ഒരു ആശ്വാസമാണ്, കാരണം ആശ്വസിപ്പിക്കാൻ AC ഉണ്ട്. AC. അപ്പോൾ ഒരു ട്രിപ്പ് അലക്കൽ കഴിഞ്ഞ് ഇനി നമുക്കൊരു ട്രിപ്പ് അലക്കാനുണ്ട്. കണ്ടില്ലേ, ഫുള്ള് ഡ്രസ്സാണ്. ഒരാഴ്ചത്തെ ഡ്രസ്സുണ്ട് അലക്കാൻ. രണ്ടട്ടം ആഴ്ചയിൽ നമ്മൾ രണ്ടട്ടം അലക്കലാണ് സാധാരണ. പക്ഷേ ഈ ആഴ്ച ഒരു ദിവസം അലക്കാൻ പറ്റിയില്ല. നമ്മൾ ദുബായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ദുബായി പോയപ്പോൾ വീക്കത്തെ ഒരു ദിവസത്തെ അലക്കൽ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് അലക്കാണ്ട്. അപ്പോൾ നമുക്ക് റൂമിൽ പോവാം. റൂമിൽ ഓരോരുത്തർ ഫുഡ് കഴിച്ച് സൈഡ് കഴിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ട മാതിരിയല്ല ഇപ്പോൾ റൂമിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. നാട്ടിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ചെത്തിക്കുന്നു. അയ്യൂക്ക എല്ലാവരും നല്ല ഉറക്കിലേക്ക് ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. യെസ്, ഇത് ജലീൽക്ക. ഇവിടെ നമ്മളെ സുനീർക്ക് എടുക്കും. നമ്മളെ ബൈലത്തൂരുള്ള അയ്യൂബ്ക്ക. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് രാത്രി കുക്കിങ്ങിനുള്ള പരിപാടിയൊക്കെ തുടങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ സ്റ്റൗവും അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത അലക്കൽ പരിപാടിക്കൊക്കെ നോക്കട്ടെ. അലക്കൽ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മളെ രണ്ടാമത്തെ കോട്ട അലക്കലും കഴിഞ്ഞു. അപ്പോൾ ഞായറാഴ്ച ഇതൊക്കെയാണ് പരിപാടി. അലക്കുക, കിടന്നുറങ്ങുക, ഫുഡ് ഉണ്ടാക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂസായി നടന്നുകൊണ്ട് നിൽക്കും. പിന്നെ ചില ആൾക്കാർ വണ്ടിയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകും. പിന്നെ ഫ്രണ്ട്സ് കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഒരു പണിയില്ലാത്തവർ, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്തവർ റൂമിൽ കിടന്നുറങ്ങും. ഇതേമാതിരി ഇങ്ങനെ റൂം ചിലവഴിച്ചുകൊണ്ടിരിക്കും. റൂമിലിങ്ങനെ ടൈം ചിലവഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇടയ്ക്കുണ്ടാവുന്ന കോമഡി എന്താ വെച്ചാൽ, നേരത്തെ അയലുമ്പോൾ സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പോൾ അവിടെ ആരെങ്കിലും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ശശിയായി പോവും. അപ്പോൾ ആരും ഇട്ടിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പിലിങ്ങനെ പോവുകയാണ്. കുഴപ്പമില്ല, സെറ്റാണ്, സ്പേസ് ഉണ്ട്. ഇവിടെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കുറഞ്ഞത് അരമണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ഷർട്ടൊക്കെ ഫുൾ സെറ്റാവും. അത്രക്കും ചൂടാണ് ഇവിടെ. കുറച്ച് ഒരു 4-5 ദിവസം മുമ്പൊക്കെ 50 ഡിഗ്രി ചൂടൊക്കെ ആയിരുന്നു ഇവിടെ അബുദാബിയിൽ ഉണ്ടായിരുന്നത്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ചിക്കാനിടാം. ചില നാട്ടിൽ ചിക്കാനിടുകയെന്ന് പറയും, ചില നാട്ടിൽ ആറാനിടുകയെന്ന് പറയും. നമ്മളെ മലപ്പുറത്ത് തോരയിടുകയെന്ന് പറയും. തോരിടുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് കമൻറ്റ് ഇട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തോരിടാൻ പോവുകയാണ്. അങ്ങനെ തോരയിടുമ്പോഴൊക്കെ നമ്മളെ നാട്ടിൽ തോരയിടണ ഓർമ്മ വരും. പിന്നെ ഇവിടെ മെഷീനില്ല കേട്ടോ, വാഷിംഗ് മെഷീനില്ല, ഫുൾ ഹാൻഡ് മെയ്ഡ് വാഷിംഗ് ആണ്.
വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം റൂമിലില്ല, കുറവാണ്. ഒരു ഇടുങ്ങിയ ഏരിയ ആയതുകൊണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഫുള്ള് ഹാൻഡ്മെയ്ഡ് വാഷിംഗ് ആണ്. പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല, വലിയ വിയർപ്പും ചളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. ഒന്ന് സോപ്പ് വെള്ളത്തിൽ ഒന്ന് കണ്ട് ഇളക്കി ഒലുമ്പെടുത്താൽ മതി, അത്ര പണിയുള്ളൂ. സോ പിന്നെ അതേപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നല്ല തിരക്കായിരുന്നു, അയലൊക്കെ ഫുള്ള് ചെയ്യുന്നു. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അയലൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അതെങ്ങനെയാണ്, ചില സമയം ഞമ്മക്കും വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പം നമ്മളെ സമയം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ മടി പിടിച്ചിരിക്കാണ്ട് എന്ത് ജോലിയാണെങ്കിലും അത് ടൈമിങ്ങിന് എടുക്കുക. അപ്പോൾ ആരും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലിപ്പുകളൊക്കെ ഇടുക. ക്ലിപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പൊടിക്കാറ്റ് വീശുകയെന്ന് പറയാൻ പറ്റില്ല. പൊടിക്കാറ്റ് വീശിയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ 4 ഭാഗത്തേക്കും പാറിപ്പോവും. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, നമ്മളെ ടൈം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉള്ള സമയമാക്കി മാറ്റിയെടുക്കുക. അതിപ്പോൾ എന്തെങ്കിലും സ്കില്ല് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ തീർക്കാനുണ്ടാകും, അതൊക്കെ തീർത്ത് വെക്കുക. ഒരിക്കലും നമ്മൾ വെറുതെ ഇരുന്ന് നമ്മളെ സമയം വേസ്റ്റ് ചെയ്യരുത്. സോ പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്ത് നോക്കുമ്പോഴും ആകെ വിയർത്ത് തൂഫാനായി. എന്താ അവിടെയൊക്കെ പ്രാവുണ്ട് കേട്ടോ. അവിടെ പാകിസ്ഥാനിലെ പ്രാവുണ്ട്, ഞാൻ സൂമായി കാണിച്ചു തരാം. ആ കൂട്ടിലൊക്കെ പ്രാവുകളാണ്, ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റപ്പാണ്. പക്ഷെ അതിന് മുകളിലേക്ക് അവർ വരലെങ്ങനെയാ വെച്ചാൽ ആ സ്റ്റെയർ കേസ് കയറിയിട്ട് ഈ ഷീറ്റിൻ്റെ മുകളിൽ കൂടി നടന്നു വന്നിട്ടാണ് ഈ പ്രാവിൻ്റെ അടുത്തേക്ക് അവരെത്തുന്നത്. അപ്പോൾ അവരങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് ഈ പ്രാവിനെയൊക്കെ നോക്കി വളർത്തുന്നത്. അതുപോലെ ഒരു തത്തമ്മ ഉണ്ട് അവിടെ ആ കാണുന്ന കൂട്ടിൽ ഒരു തത്തുണ്ട്. നമ്മളിവിടുന്ന് ചൂടിട്ടാൽ അത് ചൂടിടുക തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അതെല്ലാം അവിടെ പ്രാവുണ്ട്, അവിടെ ഒരു പ്രാവുണ്ട്. സെറ്റപ്പ് പണി കാണുന്ന ഭരണിയിലൊക്കെ അതിനൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞു. സോ നമ്മളെ വാഷിങ് പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോവാണ്. അപ്പോൾ ഈ ഇതിൽ കൂടെ എപ്പോഴും പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഫീലിംഗാണ് എനിക്ക് വരിക. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ നേരത്തെ ഉണർന്നിരുന്ന് ഫോണിൽ കളിച്ചിരുന്ന ആൾക്കാരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് വേഗം നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പ്രത്യേകിച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നല്ല വെയിലാണ്. പിന്നെ നാളെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത സ്ഥലം അവിടെ കുറച്ച് പിന്നെയും തണലുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി കിട്ടിയിട്ടില്ല. എമിറേറ്റ്സ് ഐ ഡി മീൻസ് വിസ ഐ ഡി കിട്ടിയിട്ടില്ല. ഐ ഡി കിട്ടിയാലാണ് ലൈസൻസിന് ടെസ്റ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലൈസൻസിൻ്റെ ടെസ്റ്റ് കിട്ടിയാൽ, ടെസ്റ്റൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോവും. പിന്നെ മലയാളിൻ്റെ കൂടെയൊക്കെയാണ് ഈ കാര്യം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇവിടെ നല്ല തണലാണ്. ഇത് ഞാൻ പണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥലം. ഇവിടെ പിന്നെ റോഡിൽ എപ്പോഴെങ്കിലുമൊക്കെ വണ്ടികൾ വരുള്ളൂ കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അതാണ് ഞാൻ നാളെ കാണിച്ചു തന്നിട്ടുള്ള നിസ്കരിക്കണ സ്ഥലമാണിത്. മുമ്പൊരിക്കലും വീട്ടിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മുമ്പൊരിക്കൽ ഒരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരു ഏജൻസിയെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പരസ്യം എന്നല്ല, ഒരു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അത് ജോബ് റെഡിയാക്കി തരുന്ന ഒരു ഏജൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ അവരിപ്പോൾ പൊളിഞ്ഞ് പാളീസായി ജയിലിലൊക്കെ ആയിട്ടുണ്ട്. സോ എനിക്കറിയില്ലായിരുന്നു ഇത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം. എനിക്ക് ജോലി റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്നെ കൺവിൻസ് ചെയ്തത്. അപ്പോൾ ഞാൻ നല്ലൊരു കാര്യം വെച്ചിട്ടാണ് ഞാൻ അന്ന് എൻ്റെ വ്ളോഗിൽ ആ ഏജൻസിയെക്കുറിച്ച് പറഞ്ഞത്.
അതിൽ ഒരുപാട് പേര് പോയി പെട്ടിട്ടുണ്ട്. സോ ഞാനും അതേപോലെ പെട്ടതാണ്. അവരെനിക്ക് ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല കാര്യമാണല്ലോ, അതേപോലെ കുറേ ആൾക്കാർക്ക് ജോലി റെഡി ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ അവരെന്നെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുതലാളി ഒരുപാട് ഏജൻസിയിൽ പോയിട്ട് പൈസ ഒക്കെ കൊടുത്ത് കുറേ പൈസയൊക്കെ നഷ്ടമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനൊരു ആശയം വന്നത്. അതായത് ജോബ് റെഡിയാക്കി കൊടുക്കുന്ന ഒരു ഏജൻസി തുടങ്ങിയാലോ, അതായത് ഒരു സ്ഥാപനം തുടങ്ങിയാലോ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. അങ്ങനെയാണ് അയാൾ കുറേ ദുരിതങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു മലയാളിയും പറ്റിക്കപ്പെടരുത്, ഒരു മലയാളിയും ഇനി ജോലി കിട്ടാണ്ട് ഈ ദുബായിൽ അലഞ്ഞി തിരിഞ്ഞ് നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ അതിൽ പെടുന്നതും. പിന്നെ അയാൾ എനിക്കൊരു ജോലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ അയാളെ ട്രസ്റ്റബിൾ ചെയ്തു പോയി. അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഫ്രോഡാണെന്നുള്ള കാര്യം. കാരണം ഞാൻ അവരായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വീഡിയോ. അതിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റൊക്കെ ഒരു ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പിന്നെ കൊളാബറേഷൻ ഒഴിവാക്കിയിട്ട് പിന്നെ വന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഞാൻ ഡയറക്റ്റ് പോയി മെസ്സേജ് അയച്ച് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അവരെ കയ്യിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒരുപാട് ജോലി റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് വാങ്ങിക്കണ്. ആ ക്യാഷ് കൊണ്ടാണ് അവരിവിടെ ദുബായിൽ ഓഫീസ് തുടങ്ങിയെന്നൊക്കെയാണ് അറിയാൻ പറ്റിയത്. സോ അന്ന് തന്നെ ഞാൻ വേഗം വീഡിയോ ഒക്കെ ഒഴിവാക്കി. ഒരുപാട് ആളുകൾ അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഞാനും പറ്റിക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുവിധം ക്വാളിറ്റി ഒക്കെ നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാറുള്ളത്. സോ ഇതെനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു അബദ്ധമാണ്. അത്രയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ക്ഷമ ചോദിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മളൊരു അയൽവാസി വരുന്നുണ്ട്, നമ്മളെ ഗാരേജിലുള്ള മറ്റേ ഗാരേജിലുള്ള ചേട്ടൻ. എവിടേക്കാ പോണേ? ഫുഡ് അടിക്കാൻ പോവാ? നമ്മളെ വ്ളോഗാണ്, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. നിങ്ങളെ പേര് മറന്നുപോയി. പ്രജീഷ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മൂപ്പരെ കണ്ടപ്പോൾ നമ്മളെ സൂരജ് പാലക്കാരൻ്റെ അതേ ചായ നിങ്ങളുടെ ആരും പറഞ്ഞിട്ടില്ല? എന്നാൽ ഗൈസ്, നിങ്ങൾക്ക് ആരെങ്കിലും സൂരജ് പാലക്കാരനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ അദ്നാൻ ഭായിൻ്റെ ദോസ്താണ്. ക്യാലേ ആജ് नहीं आया रूम में? क्यों? आज नीचे खाना खाया. अभी अरबा में उधर. ഓക്കെ, അവിടെ റൂമിൽ നമ്മളെ മലയാളിയും ടീമൊക്കെ വന്നപ്പോൾ ഒന്നും എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല റൂമിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഞാൻ മറ്റേ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ ഒരു ജോബിന് വേണ്ടി ഒരു ഏജൻസിനെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പോയി സമീപിക്കരുത്. അപ്പോൾ ഇനി സൈകെട്ട് നമ്മളൊരു ഏജൻസിയെ സമീപിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊക്കെ റെഡിയാക്കി തന്നിട്ട് നമ്മൾ ഓഫീസൊക്കെ അടിച്ച് സെറ്റായതിന് ശേഷം അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കണതിന് കുഴപ്പമില്ല. കാരണം നമ്മളതിൽ സാറ്റിസ്ഫൈഡാണ്. കാരണം നമുക്കൊരു ജോലി കിട്ടി, ഓക്കെ ആയി, എന്നിട്ട് നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കണമെങ്കിൽ ക്യാഷ് കൊടുക്കാം. പക്ഷേ ആദ്യം തന്നെ ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ജോലി റെഡിയാക്കി തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത്തരം പ്രശ്നങ്ങളിൽ പോയിട്ട് ചാടരുത് എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. സോ എല്ലാവർക്കും ജോലി റെഡിയാവും. എൻ്റെ അറിവിലുള്ള വേക്കൻസികളൊക്കെ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചാനലിലൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ എന്തോ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ നമുക്കൊരു വാട്സപ്പ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിൽ ഞാൻ കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും വാട്സപ്പ് ചാനൽ തുടങ്ങിയാൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഏറെക്കുറെ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി മറ്റൊരു വ്ളോഗുമായി പിന്നീട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ജാസിർ. ബൈ.